ഹായ് സ്റ്റുഡൻസ്, MBA സെക്കൻഡ് സെമസ്റ്ററിലെ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ 4th മൊഡ്യൂളിൻ്റെ ബാക്കി പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് വർക്ക് സ്റ്റഡി കോൺസെപ്റ്റ്? അതായത് ഒരു ജോലി ഏറ്റവും കുറഞ്ഞ ചെലവിലും അതുപോലെ തന്നെ ആ ഒരു ജോലി ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ടൈം എടുക്കുന്നുണ്ടോ എന്നുള്ളതും, അതുപോലെ തന്നെ ആ ഒരു ജോലി ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും ക്വാളിറ്റിയേറിയ രീതിയിൽ എങ്ങനെയൊക്കെ പൂർത്തിയാക്കാം എന്നുള്ളതിനാണ് വർക്ക് സ്റ്റഡി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് 4 പാർട്ടുണ്ട്. ഫസ്റ്റ് വൺ മെത്തേഡ് സ്റ്റഡി. മെത്തേഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരു ജോലി ഏറ്റവും എളുപ്പത്തിൽ മികച്ചതുമായിക്കാണ്ട് എങ്ങനെ ആ ഒരു വർക്കിനെ നമ്മൾ ഫുൾഫിൽ ചെയ്യും, അതിനെയാണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഷോപ്പിൽ ഒരു ചായ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു ജോലി പെട്ടെന്ന് ചെയ്ത് തീർക്കും വേണം. എന്നാൽ അതിന് പെട്ടെന്ന് സിമ്പിളായിട്ടൊരു മെത്തേഡ് എങ്ങനെ കണ്ടെത്തുക, ആ ഒരു സാധനം ലൈക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള അതിൻ്റെ മെറ്റീരിയൽസ് ഏറ്റവും നിയർ ബൈ വെക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. കാരണം നമുക്ക് ടൈം അവിടെ കുറഞ്ഞ് കിട്ടും. മറ്റേത് വേറെ എവിടെയെങ്കിലും സ്ഥലത്താണ് ഈ മെറ്റീരിയൽസ് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ടൈം ലേക്ക് ആവുന്നു. രണ്ടാമത്തെ ഒരു പാർട്ട് ടൈം സ്റ്റഡി. അതായത് ഒരു ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടി എടുക്കുന്ന ടൈമിനെയാണ് എന്തെന്ന് പറയുന്നത് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് മോഷൻ സ്റ്റഡി. ഇത് പറയുമ്പോൾ ഇപ്പോൾ ഒരു എംപ്ലോയി ആ ഒരു വർക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം മോഷൻസ് എടുക്കുന്നു. അതായത് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെറ്റീരിയൽസ് വേറൊരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ അത് ക്യാരി ചെയ്യാനും അത് കൊണ്ടുവരാനും പോകുന്ന എത്രത്തോളം മോഷൻസ് അവിടെ എടുക്കുന്നു, അതിനെയാണ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫാറ്റിഗ്യൂ സ്റ്റഡി. അതായത് ഒരു എംപ്ലോയി ഒരു വർക്കിൻ്റെ ഇടയിൽ എത്രത്തോളം റെസ്റ്റ് എടുക്കുന്നുണ്ട് എന്നുള്ളതിനാണ് ഫാറ്റിഗ്യൂ സ്റ്റഡി. അപ്പോൾ ഇതിനൊക്കെ പഠിക്കുന്നതാണ് വർക്ക് സ്റ്റഡി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റെപ്സ് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് സെലക്ട് ദ ജോബ്. അതായത് ഏതെങ്കിലും മാറ്റം വരുത്തേണ്ട ജോലിയോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യേണ്ട ജോലിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സെലക്ട് ചെയ്യാം. ദെൻ റെക്കോർഡ് ദ ഫാക്ട്സ്. അതായത് നിലവിൽ ഇപ്പോൾ ആ ഒരു ജോലി ചെയ്ത് തീർക്കാൻ എത്രത്തോളം ടൈം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ റെക്കോർഡ് ചെയ്യാം. അതിനുശേഷം എക്സാമിൻ ദ ഡീറ്റെയിൽസ്. കാരണം എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന് എക്സാമിൻ ചെയ്യാം. അപ്പോൾ അവിടെ എന്തെങ്കിലും നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അനലൈസ് ചെയ്യുക. എന്തിനാണ് ഇങ്ങനെ ടഫായ രീതിയിലോട്ട് ഇതിന് വളച്ചു കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാം. ആഫ്റ്റർ ഡെവലപ്പ് എ ന്യൂ മെത്തേഡ്. നമ്മുടെ ജോലി സിമ്പിളാക്കി എടുക്കാനും വളരെ ചെറിയ ടൈമിൽ ആ ഒരു ജോലിനെ ഫുൾഫിൽ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പുതിയ മെത്തേഡ് ഡെവലപ്പ് ചെയ്യുക. ദെൻ മെഷർ ദ വർക്ക്. അതിനുശേഷം ഈ ഒരു പുതിയ മെത്തേഡ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം അത് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ജോബ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ടൈം എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം മെഷർ ചെയ്യാം. ദെൻ ഇൻസ്റ്റാൾ ദ ന്യൂ മെത്തേഡ്. അങ്ങനെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ടൈമിനേക്കാൾ വളരെ കുറച്ച് ടൈം ഇതിൻ്റെ ആവശ്യമുള്ളൂന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്യുന്നു, കമ്പനികളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ദെൻ മെയിൻറ്റെയിൻ ദ മെത്തേഡ്. ഈ ഒരു മെത്തേഡിനെ പിന്നെ എംപ്ലോയീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടത്ര ട്രെയിനിങ്ങുകൾ, അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് വർക്ക് സ്റ്റഡിൻ്റെ സ്റ്റെപ്സുകളായിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഓപ്പറേഷൻസ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ, അതായത് PPC. ഇവിടെ ഒരു പ്രൊഡക്റ്റ് കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ അതും ഏറ്റവും കുറഞ്ഞ ചെലവിൽ ആ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയും അതുപോലെ തന്നെ പ്ലാൻ ചെയ്തത് കൃത്യമായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് PPC എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്ത് നിർമ്മിക്കണം, എങ്ങനെ നിർമ്മിക്കണം, എപ്പോൾ നിർമ്മിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് പ്രൊഡക്ഷൻ പ്ലാനിങ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഓൾറെഡി പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ ഇനി ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്ക് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഈ ഫങ്ഷൻസ് നമുക്ക് ഒരു എക്സാമ്പിൾ രൂപേണ പറയാം. അതായത് ഇപ്പോൾ ഒരു ബേക്കറി കടയാണ്. ഈ ഒരു ബേക്കറി എന്ന് പറയുമ്പോൾ അവിടെ കേക്ക് ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ രൂപേണ നമുക്ക് ഇതിൻ്റെ ഫങ്ഷൻസ് പറയാം. ഫസ്റ്റ് വൺ മെറ്റീരിയൽ. അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ മൈദ, പഞ്ചസാര, അപ്പസോഡ, അങ്ങനത്തെ കുറച്ച് മെറ്റീരിയൽസ് അതൊക്കെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കണം.
ദെൻ മെത്തേഡ്. ഇപ്പോൾ നമുക്കൊരു കേക്ക് ഉണ്ടാക്കണമെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ആ മെത്തേഡ് നമ്മൾ ശരിയായി ചെയ്യണം. അതിനുശേഷം മെഷീന്, ഇപ്പോൾ ഇവിടെ ബീറ്റ് ചെയ്യുക, അങ്ങനത്തെ പല പല പ്രോസസ്സ് ആ ഒരു കേക്ക് ഉണ്ടാക്കണതിൽ ഉണ്ട്. അപ്പോൾ അവിടെ മിക്സി, അതുപോലെ തന്നെ അങ്ങനത്തെ പല പല മെഷീൻസ് ആവശ്യം ഉണ്ടാകും. അതൊക്കെ നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യണം. ദെൻ മാൻ പവേഴ്സ്, അതായത് ഈ ഒരു ജോലി, ഈ ഒരു കേക്ക് മേക്കിംഗ് ജോലി ചെയ്യാൻ ഏറ്റവും സ്കില്ലഡ് ആയിട്ടുള്ള മാൻ പവേഴ്സ്, എംപ്ലോയീസ് വേണം. അപ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്യണം, അലോക്കേറ്റ് ചെയ്യണം. ദെൻ എസ്റ്റിമേറ്റിംഗ്, അതായത് ഒരു ജോലി ചെയ്ത് തീർക്കാൻ നമുക്ക് എത്രത്തോളം ടൈം വേണ്ടി വരും എന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. അതിനുശേഷം ഷെഡ്യൂളിങ്, അതായത് ഏത് വർക്ക് അല്ലെങ്കിൽ ഏത് കേക്ക് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി തുടങ്ങണം, ഇത് എപ്പോൾ ഉണ്ടാക്കി തുടങ്ങിയാലാണ് ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു വർക്ക് ഫുൾഫിൽ ആവുക എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് ഓരോന്നിനും ഓരോന്ന് ഷെഡ്യൂൾ ചെയ്യണം. ദെൻ ഡിസ്പാച്ചിങ്, അതായത് ഓരോ എംപ്ലോയീസിനോടും പറയാം, ഓക്കെ ഈ ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങിക്കോളൂ, അല്ലെങ്കിൽ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിക്കോളൂ എന്നുള്ള ഓർഡർ കൊടുക്കുക. ദെൻ ഇൻസ്പെക്ഷൻ, അതായത് അവരുണ്ടാക്കിയിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ, അതിൻ്റെ ഭംഗിയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നു. ദെൻ എക്സ്പെഡിറ്റിംഗ്, അതായത് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ആ ഒരു വർക്ക് കഴിയണില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ പ്രോബ്ലം എന്ന് മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ആ ഒരു വർക്കിനെ ഫുൾഫിൽ ചെയ്യാം. ദെൻ 10 ഇവാലുവേറ്റിംഗ്, നമ്മൾ ചെയ്ത എല്ലാ വർക്കുകളും ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് PPCൻ്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് മെയിൻ്റെനൻസ് മാനേജ്മെൻറ്റ്. അതായത് ഒരു കമ്പനിയിലെയോ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിലെയോ മെഷീൻസ് അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ഒരു കേടുപാടും കൂടാതെ നല്ല രീതിയിലോട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ മെഷീൻസ് നല്ല രീതിക്ക് നോക്കുന്നതിനാണ് മെയിൻ്റെനൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ മെഷീൻസ് യൂസ് ചെയ്യാൻ കഴിയും. അതായത് നമ്മുടെ പ്രൊഡക്ട്സിന് ഡാമേജ് ഒന്നും ഇല്ലാതെ നല്ല രീതിക്ക് നോക്കിക്കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്യുമ്പോൾ ലാഗ് ഇല്ലാതെ പെട്ടെന്ന് ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഫുൾഫിൽ ചെയ്യാൻ കഴിയുന്നു. അതുപോലെ തന്നെ നമുക്ക് ചിലവും വളരെ കുറവായിരിക്കും. നമ്മൾ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തൊരു മെഷീൻ നേരെയാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലവ് വളരെ കുറയും. പിന്നെ നമ്മുടെ മെഷീൻസ് നല്ല രീതിയിലൊരു കണ്ടീഷൻ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെഷീനിൽ നമ്മൾ പ്രൊഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്ട്സ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് കിട്ടും. മെഷീൻ ക്വാളിറ്റി ആകുമ്പോൾ തന്നെ പ്രൊഡക്ട്സ് അതിൽ നിന്നുണ്ടാകുന്ന പ്രൊഡക്ട്സ് നല്ല ക്വാളിറ്റി ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയും. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാകുന്ന ആ ഒരു മെഷീൻ ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ. ഇതിൻ്റെ ഫങ്ഷൻസ് പറയുമ്പോൾ ഇൻസ്പെക്ഷൻ, അതായത് ഇടയ്ക്കിടെ നമ്മൾ മെഷീൻസ് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക, എന്തെങ്കിലും കേടായിട്ടുള്ള ഭാഗങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ ലൂബ്രിക്കേഷൻ, അതായത് ഈ മെഷീൻസുകൾ തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ദെൻ റിപ്പയർ, എവിടെയെങ്കിലും ഡാമേജ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്, പാർട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മെഷീനെ റിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് മെയിൻ്റെനൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ബ്രേക്ക് ഡൗൺ മെയിൻ്റെനൻസ്, അതായത് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു മെഷീന് അത് പൂർണ്ണമായിട്ട് കേടായതിനു ശേഷം എന്ത് ചെയ്യുന്നു, ആ ഒരു മെഷീന് നേരാക്കാൻ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു കിച്ചണിൽ മിക്സി യൂസ് ചെയ്യുമ്പോൾ അത് കരിഞ്ഞു പോവാണ്. ആ ഒരു ടൈമിൽ പൂർണ്ണമായിട്ട് ആ ഒരു മെഷീൻ കേടായതിന് ശേഷം എന്ത് ചെയ്യുന്നു, ആ ഒരു വസ്തു നേരാക്കാൻ കൊടുക്കുന്നു. രണ്ടാമത് പ്രെഡിക്റ്റീവ് മെയിൻ്റെനൻസ്, അതായത് ഫ്യൂച്ചറിൽ ഈ ഒരു മെഷീൻ കേടുവരും എന്നുള്ളത് സെൻസർ ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ബൈക്ക് അത് കൂടുതൽ ചൂട് കാരണമോ അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് വ്യത്യാസം കാരണമോ എന്ത് ചെയ്യാം, ഫ്യൂച്ചറിൽ ഈ ഒരു ബൈക്ക് കേടുവരും, ഈ ഒരു മെഷീൻ കേടുവരും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതിനെ ആ ഒരു തകരാറിനെ തടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് അതിനെ നേരാക്കുന്നു. ദെൻ നെക്സ്റ്റ് പ്രിവെൻറ്റീവ്, അതായത് തടയാൻ വേണ്ടിയിട്ട് ഈ ഒരു മെഷീന് ഫ്യൂച്ചറിൽ കേടുവരും എന്നുള്ളത് തടയാൻ വേണ്ടിയിട്ട് അതിനുള്ള പ്രിക്കോഷൻസ് കൊടുക്കുന്നു. ദെൻ റൂട്ടീൻ മെയിൻ്റെനൻസ്, അതായത് മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസത്തിലോ റുട്ടീനായിട്ട് ആ ഒരു മെഷീനിന് ചെയ്യുന്ന ജോലികൾ. ദെൻ പ്ലാനഡ്, അതായത് നമ്മളൊരു മെഷീന് പ്ലാൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, മെഷീനിൽ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ. ഇപ്പോൾ പ്ലാനഡ് പറയുമ്പോൾ ഒരു ഷെഡ്യൂൾ ബേസിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് ചെയ്യാനുണ്ടാക്കും, അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് ചെയ്യണത്. ദെൻ എമർജൻസി, അതായത്
ഇപ്പോൾ പെട്ടെന്ന് അപകടങ്ങൾ അങ്ങനത്തെ ഒന്നും ഡാമേജൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യുന്ന മെയിൻ്റെനൻസ്. വേറെ ഒന്നാണ് ഓപ്പർച്യൂണിറ്റിക് മെയിൻ്റെനൻസ്. അതായത് ഇതൊരു പ്ലാൻ ചെയ്ത് കണ്ടൊന്നും ചെയ്യണ ഒരു മെയിൻ്റെനൻസ് അല്ല, മറിച്ച് നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രത്യേകതയുള്ള ഒരു മെഷീനൊരു മെയിൻ്റെനൻസ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് കേടുപാടൊന്നും കൂടിയിട്ടില്ലെങ്കിലും ഫ്യൂച്ചറിലോട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള പാർട്സും എന്ത് ചെയ്യുന്നു, മെയിൻ്റെനൻസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കാറിൻ്റെ ഏതെങ്കിലും ചെറിയ പാർട്ട് കേടുവന്നു, അപ്പോൾ അത് നേരാക്കുന്നതിനിടയിൽ എന്ത് ചെയ്യുന്നു, ഫ്യൂച്ചറിൽ മറ്റൊരു പാർട്ട് കേട് വരും. അതുകൊണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, അതിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അത് ക്ലീൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഡാമേജ് നികത്തുന്നു. അപ്പോൾ വേറൊരു പാർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഇവർ അഡീഷണൽ ആയിട്ട് ഫ്യൂച്ചറിൽ വരാതിരിക്കാൻ വേണ്ടി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതിനെയാണ് ഓപ്പർച്യൂണിസ്റ്റിക് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. ദെൻ വിൻഡോ മെയിൻ്റെനൻസ്, അതായത് ഇപ്പം ആ ഒരു മെഷീനെ യൂസ് ചെയ്യാത്ത സമയത്ത് എന്ത് ചെയ്യുന്നു, ആരും യൂസ് ചെയ്യാത്ത സമയത്ത് ആ ഒരു മെഷീനെ അനലൈസ് ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു IT കമ്പനിയിൽ രാവിലെ മുതൽ ഈവനിങ് വരെ അവിടെയുള്ള വർക്കേഴ്സ് ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ആഫ്റ്റർ നൈറ്റ് ഒരു 12 മണി മുതൽ 2 മണി വരെ എന്ത് ചെയ്യുന്നു, ആ ഒരു കമ്പ്യൂട്ടർ ഓൺ ആക്കി വെക്കും. എന്തിനു വേണ്ടിയിട്ട്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനും എന്തെങ്കിലും പ്രോബ്ലംസ് അതിനുണ്ടോ എന്ന് അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അത് ഓപ്പൺ ചെയ്ത് വെക്കും. നെക്സ്റ്റ് റെമഡിയൽ മെയിൻ്റെനൻസ് ആണ്. അതായത് ഒരു പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു പ്രൊഡക്ഷനെ ഒട്ടും തടസ്സപ്പെടാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നു, ആ ഒരു മെഷീനിന് മെയിൻ്റെനൻസ് കൊടുക്കാം. ഒരു എക്സാമ്പിൾ, ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ആ ഒരു മെഷീൻ്റെ എന്തെങ്കിലും നെറ്റ് ഒന്ന് ലൂസായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സേഫ്റ്റിയോട് കൂടിയിട്ട് ആ ഒരു പ്രൊഡക്ഷൻ നിർത്താതെ തന്നെ എന്ത് ചെയ്യുന്നു, ആ ഒരു നെറ്റ് ടൈറ്റ് ആക്കിയിട്ട് അതിന് മെയിൻ്റെനൻസ് കൊടുക്കുന്നു. നെക്സ്റ്റ് ഡിഫേർഡ് മെയിൻ്റെനൻസ്, അതായത് ഇപ്പോൾ ആ ഒരു മെഷീന് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ എന്ത് ചെയ്യുന്നു, ആ ഒരു മെഷീന് കേടുവന്നു. അപ്പോൾ ആ ഒരു മെഷീൻ കേടുവന്നു, പക്ഷെ അത് പെട്ടെന്ന് എന്ത് ചെയ്യണില്ല, നേരെയാക്കണില്ല. കാരണം ആ ഒരു മെഷീൻ കേടുവന്നാൽ പോലും അതൊരിക്കലും മറ്റുള്ളതിനെ എഫക്റ്റ് ചെയ്യാത്തത് കാരണം അത് നേരാക്കുന്നില്ല. ഒരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ, ഒരു കമ്പനിയിൽ 10 AC ഉണ്ട്, 10 ACയിൽ 9 AC വർക്ക് ചെയ്യുന്നുള്ളൂ, ഒന്ന് കേടുവന്നു. അപ്പോൾ ഈ ഒരു ഒന്ന് അടുത്ത ബഡ്ജറ്റിലോട്ട് മാറ്റി വെക്കാണ്, അടുത്ത മാസം നേരാക്കാം എന്നുള്ള രീതിയിൽ. ഒന്നെങ്കിൽ അവിടെ 9 AC ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു AC കുറവ് അറിയാത്തത് കാരണം, അല്ലെങ്കിൽ കാലാവസ്ഥ തണുപ്പുള്ളതായത് കാരണമായിരിക്കാം ആ ഒരു പ്രൊഡക്റ്റ് പിന്നെ ആ ഒരു മെഷീൻ പിന്നീട് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിൻ്റെനൻസിൻ്റെ ടൈപ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് കറക്റ്റീവ് ആയിട്ടുള്ളൊരു മെയിൻ്റെനൻസിൻ്റെ സ്റ്റെപ്പാണ് ഫസ്റ്റ് കളക്ഷൻ ഓഫ് ഡാറ്റ. നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുക, ദെൻ ഐഡൻറ്റിഫൈങ് കോസസ്, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം വരാനുള്ള കാരണം എന്ന് മനസ്സിലാക്കുക, ദെൻ ഫൈൻഡ് ബെസ്റ്റ് സൊല്യൂഷൻ, ബെസ്റ്റായിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്തുക, ദെൻ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ആണ് ഷെഡ്യൂളിങ്. ഷെഡ്യൂളിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കണം. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ദിവസം, അതുപോലെ തന്നെ ജോലിക്കാർ, എപ്പോൾ തുടങ്ങണം, ഏത് ടൈമിൽ തുടങ്ങണം, എത്ര കോസ്റ്റ് വേണം, ഇതൊക്കെ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. അതിനാണ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഷെഡ്യൂളിങ്ങിൻ്റെ സ്ട്രാറ്റജീസ് ആണ് ഫസ്റ്റ് ഡീറ്റെയിൽഡ് ഷെഡ്യൂളിങ്. അതായത് ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഷെഡ്യൂളിങ് നമ്മൾ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ഫേർണിച്ചർ നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ 9 to 10 മണിൻ്റെ ഉള്ളിൽ മരം മുറിക്കുക, 10 to 11 ഉള്ളിൽ അത് ഡ്രിം ചെയ്യുക, അങ്ങനെ ഒന്ന് ഷെഡ്യൂൾ ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്യുമുലേറ്റീവ്, നമുക്ക് ആകെയുള്ള ജോലിഭാരം എത്രയെന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊന്ന് ഷെഡ്യൂൾ ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു മാസം 5000 പ്രൊഡ്യൂസാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്തിട്ട് അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാം. ദെൻ ക്യുമുലേറ്റീവ് ഡീറ്റെയിൽഡ് ഷെഡ്യൂളിംഗ് ആണ്. അതായത് ഇവിടെ ഒരു മാസം 5000 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യാം, ഒരു ദിവസം 170 പ്രൊഡക്റ്റ് എന്നുള്ള രീതിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു കറക്റ്റ് ഷെഡ്യൂളിംഗ് വെച്ചിട്ട് അത് ചെയ്യാം. ദെൻ നെക്സ്റ്റ് പ്രിയോറിറ്റി ഡിസിഷൻ റൂൾസ്. അതായത് ഇപ്പോൾ നമുക്ക് മേ ബി ഒരു എക്സാമ്പിൾ രൂപേണ പറയാനുണ്ടെങ്കിൽ കുറേ ഓർഡർ വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം വന്നത് അതിന് പ്രിയോറിറ്റി എടുത്തിട്ട് അത് ചെയ്തു കൊടുക്കുക. അങ്ങനെ നമുക്ക് പ്രിയോറിറ്റി കൊടുക്കാൻ തോന്നിയ പ്രൊഡക്റ്റ് ഏതാണോ അതിന് നമ്മൾ എന്ത് ചെയ്യുക, പ്രിയോറിറ്റി കൊടുത്ത് ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇതാണ് ഷെഡ്യൂളിങ്ങിൻ്റെ സ്ട്രാറ്റജീസ്.
നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഷെഡ്യൂളിംഗ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഫോർവേഡ് ഷെഡ്യൂളിങ്. അതായത് ഇന്നാണ് നമുക്ക് വർക്ക് ഓർഡർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ എന്ത് ചെയ്യുന്നു, ആ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ ഡെലിവറി ടൈമിനുള്ളിൽ അത് കൊടുത്തു തീർക്കുന്നു. ഇവിടെ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. ദെൻ രണ്ടാമത് ബാക്ക്വേർഡ് ഷെഡ്യൂളിംഗ് ആണ്. അതായത് ഇവിടെ നമുക്ക് ഒരു വർക്ക് കിട്ടി, ഈ ഒരു വർക്ക് എന്നാണോ ഡെലിവറി ചെയ്യേണ്ടത് അതിൻ്റെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ വർക്ക് തുടങ്ങുന്നു. അതായത് ഇപ്പോൾ ജൂൺ 10 നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യണം എന്നുണ്ടെങ്കിൽ ജൂൺ 9 ആകുമ്പോൾ അത് ജൂൺ ഒരു 6 ആകുമ്പോൾ കട്ട് ചെയ്യുന്നു, 7 ഗ്രില്ല് ചെയ്യുന്നു, അങ്ങനെ പല പല പണികൾ ആ ഒരു എൻഡിങ് ടൈമിലായിരിക്കും അതിൻ്റെ പ്രൊഡക്റ്റ് പ്രോസസ്സ് തുടങ്ങുക. ഇനി അതിൽ 3 ടൈം ഉണ്ട്. അതിൽ ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ, ഷോർട്ട് ടേം ഷെഡ്യൂളിംഗ് എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തിനോ അല്ലെങ്കിൽ ഒരാഴ്ച അത്ര നിൽക്കുള്ളൂ. ആ ഒരാഴ്ചകളിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട പ്രൊഡക്ട്സ് ഷെഡ്യൂൾ ചെയ്യാം. ദെൻ മീഡിയം ടേം എന്ന് പറയുമ്പോൾ ഒരു 3 മാസം വരെയുള്ള നീണ്ടു നിൽക്കുന്ന പ്രൊഡക്ട്സ് മേക്ക് ചെയ്യണത്. പിന്നെ ലോങ് ടേം എന്ന് പറയുമ്പോൾ 1 കൊല്ലത്തോളം പ്രൊഡ്യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റുകൾ ഷെഡ്യൂൾ ചെയ്യാം. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് ഷെഡ്യൂളിംഗ്. നെക്സ്റ്റ് ഷെഡ്യൂളിങ്ങിൻ്റെ ടെക്നിക്സ് ആണ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. അതായത് ഏത് പ്രൊഡക്റ്റാണോ ഫസ്റ്റ് വരുന്നത് ആ ഒരു പ്രൊഡക്റ്റ് ഫസ്റ്റ് നിർമ്മിച്ച് കഴിയുന്നു. ദെൻ ഷോർട്ടസ്റ്റ് പ്രോസസ്സിങ് ടൈം. ഏത് ജോലിക്കാണോ കുറഞ്ഞ സമയം വേണ്ടത് ആ ജോലി നമ്മൾ ആദ്യം ചെയ്ത് തീർക്കുന്നു. ദെൻ ലോങ്ങസ്റ്റ് പ്രോസസ്സിങ് ടൈം. അതായത് ഏത് ജോലിക്കാണോ നല്ല സമയം വേണ്ടത് അത് ഫസ്റ്റ് ചെയ്യുന്നു. ദെൻ ഏർലിയസ്റ്റ് ഡ്യൂ ഡേറ്റ്. ഏറ്റവും നിയർ ആയിട്ട് ഏത് ഡെലിവറി ഡേറ്റ് ആണോ വരുന്നത് ആ ഒരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്യുന്നു. ദെൻ ക്രിട്ടിക്കൽ റേഷ്യോ. ഇവിടെ ഡെലിവറി ചെയ്യേണ്ട തീയതിയും ആ ഡെലിവറിൻ്റെ വരെ നമുക്ക് എത്ര ദിവസം അതിന് അവൈലബിൾ ആണെന്നുള്ള ദിവസവും കണക്കാക്കുക. ദെൻ നെക്സ്റ്റ് ജോൺസൺ റൂൾ. അതായത് ഇവിടെ 2 അല്ലെങ്കിൽ 3 മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇവിടെ അതിൽ ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അതായത് ഇവിടെ 2-3 മെഷീൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് പ്രൊഡക്റ്റാണ് പെട്ടെന്ന് ഫസ്റ്റ് കഴിയണത് എന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെ ആ സീക്വൻസിൽ എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റ് മെഷീൻമേ യൂസ് ചെയ്ത് അത് ഫുൾഫില്ലാക്കുന്നു. ദെൻ പ്രിയോറിറ്റി റൂള്. അതായത് കമ്പനിക്ക് ഏറ്റവും പ്രിയോറിറ്റി കൂടിയ കസ്റ്റമേഴ്സ് ഉണ്ടാവും. VIP, എക്സ്പോർട്ട്, എമർജൻസി, അങ്ങനെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ടാവും. അവർ കമ്പനീൻ്റെ ബേസിൽ ചെയ്യുന്നു. നെക്സ്റ്റ് ടോപ്പിക്കാണ് തിയറി കൺസ്ട്രെയിൻസ്. അതായത് ഒരു കമ്പനി നമ്മളൊരു പ്രൊഡക്റ്റ് നിർമ്മിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ ഒരു കമ്പനിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകും എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ അത് സിസ്റ്റമാറ്റിക്കലി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും ഫുള്ള് തടസ്സങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളായിരിക്കും. അപ്പോൾ അതിനാണ് ഈ തടസ്സങ്ങളെയാണ് കൺസ്ട്രെയിൻസ്, ബോട്ടിൽ നെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനിയിലുള്ള തടസ്സങ്ങൾ എന്താണ് അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ശരിയാക്കിയിട്ട് ആ ഒരു സിസ്റ്റത്തെ ശരിയാക്കുക. അതിനെയാണ് തിയറി ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ എന്തെങ്കിലും തടസ്സം ഉണ്ടാവും. ഒരു എക്സാമ്പിൾ രൂപേണ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു ഫർണിച്ചർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലേബേഴ്സ് കട്ട് ചെയ്തു, ഗ്രില്ല് ചെയ്തു, ഷേപ്പ് ചെയ്തു, അങ്ങനെ വാനിഷ് ചെയ്തു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് അവർക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ഗോൾ അച്ചീവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ മണിക്കൂറിൽ 100 മരക്കഷ്ണങ്ങൾ മുറിക്കണം, അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകുന്നു. അപ്പോൾ എല്ലാവരും അവർക്ക് കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് ചെയ്യുമ്പോൾ അതിൽ ഒരു വിഭാഗം എന്ത് ചെയ്യുന്നു, അവർക്ക് കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് അവർക്ക് ഫുള്ളായിട്ട് പാലിക്കാൻ കഴിയില്ല. ഇപ്പം ബാക്കിയുള്ള എല്ലാ എംപ്ലോയീസും 100 കഷ്ണം മുറിച്ചു, 100 ഇങ്ങനെ എല്ലാം ചെയ്തു, വാനിഷ് ചെയ്തു. പക്ഷെ ആ ഒരു സ്ഥാനത്ത് അവിടുത്തെ പെയിൻറ്റിങ് സെക്ഷന് ആ 1 മണിക്കൂർ ആ 50 ചെയർ മാത്രമേ പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്താണ്, ആ ഒരൊറ്റ സെക്ഷൻ കാരണം എല്ലാ ബാക്കിയുള്ളതിൻ്റെയും ജോലി തടസ്സപ്പെട്ടു. അപ്പോൾ അതാണ് ഒരു തടസ്സം. അതിനാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഇനി ബോട്ടിലേക്ക് എന്നാൽ എന്ത്? ബോട്ടിലേക്ക് എന്ന് പറഞ്ഞാലും ഏകദേശം തടസ്സം പോലെ തന്നെയാണ്. ഇത് പറയുമ്പോൾ ഏറ്റവും വലിയൊരു തടസ്സമാണ് എന്നാണ് പറയണത്. ഒരു എക്സാമ്പിൾ രൂപേണ പറയാന്നുണ്ടെങ്കിൽ, ഒരു റോഡിൽ മെയിൻ 4 ലൈൻ ഉണ്ട്. പക്ഷെ അവിടെ ഒരു ലൈനിൽ ട്രെയിനാണുള്ളത്. ട്രെയിനിൽ പോണ റോഡാണ്. അപ്പോൾ എല്ലാ വ്യക്തികളും ആ റോഡിനാണ് പോണത്. ആ റോഡിന് വന്നപ്പോൾ ട്രെയിന് വന്നു, അവിടെ ആകെ ട്രാഫിക്കായി. ഇതേപോലെയാണ് കമ്പനിയിൽ എന്ത് ചെയ്യുന്നു, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഫുള്ള് ഒന്നിൽ പോയി കുടുങ്ങി നിൽക്കുക. ഇതൊരു വലിയൊരു ബോട്ടിലേക്കാണെന്ന് പറയുന്നു. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻസ് ആണ്. അതിൽ ഫിസിക്കൽ കൺസ്ട്രെയിൻ എന്ന് പറയുമ്പോൾ, അതായത് മെഷീനിന് ഇത്രത്തോളം പ്രൊഡക്റ്റ് ഒരു ദിവസം
പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത പക്ഷം അല്ലെങ്കിൽ സ്റ്റോക്കുകളൊക്കെ തീർന്നത് കാരണം അങ്ങനെ വരുന്ന തടസ്സങ്ങൾ. ദെൻ പോളിസി, കമ്പനീൻ്റെ പഴയ പോളിസീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന ദിവസം മെഷീനിൽ ഇത്ര നേരം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനത്തെ പോളിസി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു തടസ്സമാണ്. ദെൻ നെക്സ്റ്റ് മാനേജറിയൽ, അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മാനേജ്മെൻറ്റ് ഡിസിഷൻ തെറ്റായത് കാരണം പല കൺസ്ട്രെയിൻസും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ബിഹേവിയറൽ, അതായത് ഓരോ എംപ്ലോയീസിൻ്റെയും ബിഹേവിയറൽ ബേസ്ഡായിരിക്കും തടസ്സങ്ങൾ ഉണ്ടാവുക. അതായത് പുതിയ എന്തെങ്കിലും ടെക്നോളജി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ അതിന് വില്ലിങ് ആവാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുക. ദെൻ മാർക്കറ്റ്, നമുക്ക് എത്ര പ്രൊഡക്റ്റ് വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ മാർക്കറ്റിൽ ആളില്ല. ഇപ്പോൾ 1000 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും പക്ഷെ നമുക്ക് 500 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മതി, കാരണം മാർക്കറ്റിലത്തെ ആളുകൾ വാങ്ങാനില്ല. അപ്പോൾ അതൊരു തടസ്സമാണ്. അപ്പോൾ ഇതൊക്കെയാണ് കൺസ്ട്രെയിൻസിൻ്റെ ടൈപ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഷോപ്പ് ഫ്ലോർ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ഫാക്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനീൻ്റെ ഉള്ളിൽ അവിടെ ലഭിക്കുന്ന അവിടെ ലഭിക്കുന്ന ആ ഒരു പ്ലേസിൽ ലഭിക്കുന്ന ആളുകളെ വെച്ചിട്ട് ആ ഒരു ജോലി കൃത്യമായ രീതിയിൽ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്ന ആ ഒരു പ്ലാനിങ്ങിനെയാണ് എന്ത് ഷോപ്പ് ഫ്ലോർ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ജോബ് സീക്വൻസിങ്, അതായത് ആദ്യം എന്ത് ജോലി ചെയ്യണം അതിനുശേഷം എന്ത് ചെയ്യണം എന്നുള്ളത് ഓൾറെഡി തീരുമാനിച്ച് വെക്കണം. ദെൻ മെഷീൻ അസൈൻമെൻറ്റ്, അതായത് ഓരോ ജോലിക്കും ഓരോരോ മെഷീൻസ് ഉണ്ടാകും. അപ്പോൾ ഓരോ ജോലിക്കുമുള്ള ഓരോ മെഷീൻസ് അസൈൻ ചെയ്യണം. അതുപോലെ തന്നെ ആ ഒരു മെഷീൻ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വ്യക്തികളെ വേണം അസൈൻ ചെയ്യാനും. ദെൻ ടൈം അലോക്കേഷൻ, അതായത് ഓരോ ജോലിയും ഫുൾഫില്ലാക്കാൻ വേണ്ടിയിട്ട് ഇത്രത്തോളം ടൈം അസൈൻ ചെയ്യണം. ദെൻ ലോഡ് ബാലൻസിങ്, അതായത് എല്ലാ ജോലിയും കൂടിയും ഒരൊറ്റ മെഷീന് കൊടുക്കാതെ എല്ലാ മെഷീനിലും എല്ലാ ജോലികളും ചെയ്യണം. ദെൻ പ്രോഗ്രസ് മോണിറ്ററിങ്, എല്ലാം പ്ലാൻ ചെയ്ത രീതിയിലോട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ പോണില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്യുക അതിനെ. അപ്പോൾ ഇതതിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് ലൈൻ ബാലൻസിങ്, അതായത് ഒരു കമ്പനിയിൽ എംപ്ലോയീസ് ഇതൊരു പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ അതിന് കുറേ പ്രോസസ്സ് ഉണ്ടാകും. അപ്പോൾ ഓരോ പ്രോസസ്സിലും ഓരോരോ എംപ്ലോയീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ഈ ഓരോ എംപ്ലോയീസിൻ്റെയും വർക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുല്യതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, വർക്ക് അലോക്കേറ്റ് ചെയ്യുന്നു. അതായത് ഒരു എംപ്ലോയിനെയും വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. അത് മാത്രമല്ല എല്ലാ എംപ്ലോയീസിനും ഈക്വൽ വർക്കാണ് കൊടുക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു ഹോട്ടലിൽ ഒരു എംപ്ലോയി 1 മിനിറ്റ് കൊണ്ട് 5 പൊറോട്ട ചുട്ടെടുക്കാൻ മേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചുടുന്ന ആൾ 1 മിനിറ്റിൽ 2 പൊറോട്ട ചുടുള്ളൂ. അപ്പോൾ അവിടെ എന്താണ്, മറ്റേ ആൾക്ക് കൂടുതൽ വർക്കും ആ ചുടുന്ന ആൾക്ക് കുറച്ച് വർക്കും. പക്ഷെ അങ്ങനെ ഒരിക്കലും കൊടുക്കില്ല, 2 എംപ്ലോയീസിനും ഈക്വൽ വർക്കായിട്ട് തുല്യതായിട്ട് കൊടുക്കും. ഇങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രൊഡക്ഷൻ പെട്ടെന്ന് നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ എംപ്ലോയീസ് വെറുതെ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഇല്ലാതാവുകയും ചെയ്യും. അതിനെയാണ് ലൈൻ ബാലൻസിങ് എന്ന് പറയുന്നത്. ദെൻ ലൈൻ ബാലൻസിങ്ങിൻ്റെ കുറച്ച് കീ കോൺസെപ്റ്റാണ്. അതിൽ ഫസ്റ്റ് വൺ ടാസ്ക് ടൈം, അതായത് ഒരു കസ്റ്റമർ പ്രത്യേകം ആവശ്യപ്പെട്ടൊരു പ്രൊഡക്റ്റ് അത് എത്രയും പെട്ടെന്ന് കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കാൻ എടുക്കുന്ന ടൈം. ദെൻ സൈക്കിൾ ടൈം എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫുൾ പ്രോസസ്സ് കഴിഞ്ഞാണ്ട് ആ ഒരു പ്രൊഡക്റ്റ് ഔട്ട്പുട്ടായി മാറുന്ന ആ ഒരു ടൈം. ദെൻ വർക്ക് സ്റ്റേഷൻ, ഫാക്ടറിയിൽ ഓരോ ജോലിയും പ്രത്യേക ഒരു സമയം ഉണ്ടാക്കും അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ ജോലിയും ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ മാറ്റി വെച്ചിട്ടുണ്ടാകും. ആ ഒരു ടൈമിനാണ് വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഐഡിയൽ എന്ന് പറയുമ്പോൾ തെറ്റായിട്ടുള്ള പ്ലാനിങ് കാരണം മെഷീനോ അല്ലെങ്കിൽ എംപ്ലോയീസിനോ വർക്ക് ചെയ്യാതിരിക്കേണ്ടി വന്നിട്ടുള്ള സമയങ്ങൾ. ദെൻ ബോട്ടിൽ നെക്ക് എന്ന് പറയുമ്പോൾ ഇതൊരു തടസ്സമാണ്. അതായത് ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് ഏതിലെങ്കിലും ഒരു പാർട്ടിൽ ഒരു ബോട്ടിലേക്ക് തടസ്സം വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ആഫ്റ്റർ പ്രോസസ്സിലും ആ ഒരു തടസ്സം കാണിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ലൈൻ ബാലൻസിങ്ങിൻ്റെ കീ കോൺസെപ്റ്റുകളായിട്ട് വരുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഡ്രം ബഫർ റോപ്പ്. തിയറി ഓഫ് കൺസ്ട്രെയിൻസിൻ്റെ ഒരു ബാക്കി പോർഷനാണ്. അതായത് ഇവിടെ ഇത് തിയറി ഓഫ് കൺസ്ട്രെയിൻസിലുള്ള നമ്മുടെ ജോലി ഷെഡ്യൂൾ ചെയ്യുക, ജോലി ക്രമീകരിച്ച് വെക്കുക, അതുപോലെ തന്നെ വർക്ക് ഫ്ലോ മാനേജ്മെൻറ്റ്, ഓരോ ജോലി അതിൻ്റെ വർക്ക് ഫ്ലോ നിയന്ത്രിക്കുക എന്നിവ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എന്ത് ഡ്രം ബഫർ റോപ്പ് എന്ന് പറയുന്നത്.
ഇവരുടെ ലക്ഷ്യമിടുന്നത് ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ പ്രൊഡക്ഷൻ നടക്കുന്നു. അപ്പോൾ ആ ഒരു സ്ഥാപനത്തിൽ ബോട്ടിൽ നെക്ക് വരുന്ന ഓൾറെഡി അറിയാം. അപ്പോൾ ഈ ബോട്ടിൽ നെക്ക് വരുന്നതിനനുസരിച്ച് അവരെന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് അവർക്ക് എത്രത്തോളം പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ കഴിയുന്നോ അത്രയും പ്രൊഡക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഇതുവഴി എന്താണ് ലാഭം? അവർക്ക് കോസ്റ്റ് കുറയും, അതുപോലെ തന്നെ സ്റ്റോക്കുകൾ കുറേ കെട്ടിക്കിടക്കൂല, ഓൺ ടൈമിൽ പ്രൊഡക്ഷൻ തീരും. നെക്സ്റ്റ് ഇതിൽ ഫസ്റ്റ് വൺ ഡ്രമ്മ്. അതായത് തിയറി ഓഫ് കൺസ്ട്രെയിൻസ് പ്രകാരം ഡ്രമ്മിന് പറയുന്ന പേരാണ് ബോട്ടിൽ നെക്ക്. അപ്പോൾ ഡ്രമ്മ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ ഏറ്റവും വേഗത കുറഞ്ഞത് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മെഷീൻ ആയിക്കോട്ടെ, ഏറ്റവും വേഗത കുറഞ്ഞക്കാണ്ട് ഏത് വിഭാഗമാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ബോട്ടിൽ നെക്ക്, അതായത് ഡ്രം എന്ന് പറയണത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഡ്രമ്മിനെ ബോട്ടിൽ നെക്ക് എന്ന് വിളിക്കാൻ കാരണം? അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബാൻഡിൽ ഡ്രമ്മൊന്ന് അടിക്കുമ്പോൾ അതിൻ്റെ താളത്തിനനുസരിച്ചിട്ടാണ് സംഗീതം വായിക്കണത്. അതുപോലെ തന്നെ ഫാക്ടറിയിൽ ബോട്ടിൽ നെക്കിൻ്റെ വേഗത അനുസരിച്ചിട്ടാവണം പ്രൊഡക്ഷൻ ഉണ്ടാവേണ്ടത്. ഒരു എക്സാമ്പിൾ രൂപേണ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബേക്കറി, അവിടെ മിക്സിങ്, ഇപ്പോൾ ഒരു കേക്കിന് വേണ്ടിയിട്ടുള്ള മിക്സിങ് 1 മണിക്കൂറിൽ 200 കേക്കിനുള്ള മിക്സിങ് ഉണ്ടാക്കാൻ കഴിയും. അതിനുശേഷം ഓവണ്, നമുക്കത് ബേക്ക് ചെയ്യണമല്ലോ, ബേക്ക് ചെയ്യണമെങ്കിൽ 1 മണിക്കൂറിൽ 100 കേക്കിനെ ഓവൺ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം പാക്കിങ്, 1 മണിക്കൂറിൽ 150 കേക്കിനെ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഏറ്റവും ലാഗായിക്കാണ്ട് വരുന്നത് എന്തിനാണ്? ഓവൺ ചെയ്യാനാണ്. ബാക്കിയുള്ളതൊക്കെ 200 150 ഉണ്ടെങ്കിലും അതിന് നടുവിൽ വരുന്ന ഒരു പണിക്ക് 1 മണിക്കൂറിൽ നമുക്ക് 100 കേക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഏറ്റവും വേഗത കുറഞ്ഞാണ്ട് ആ ഒരു ജോലി തീർക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അത്തരം ജോലിനെയാണ് നമ്മൾ ബോട്ടിൽ നെക്ക്, അതായത് ഡ്രം എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ബഫർ എന്ന് പറയുമ്പോൾ പ്രൊട്ടക്ഷനാണ്. അതായത് ഡ്രം എന്ന് പറയുമ്പോൾ ബ്രേക്ക് ഡൗൺ. ഇവിടെ ബഫർ നമ്മുടെ മെഷീൻസോ അല്ലെങ്കിൽ ഫാക്ടറിയിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഇപ്പോൾ റോ മെറ്റീരിയൽസ് ഇല്ലാത്ത സിറ്റുവേഷനിൽ മുൻകൂട്ടി റോ മെറ്റീരിയൽസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ലാബേഴ്സ് ഇല്ലാത്ത സമയങ്ങളിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻസ്, അതായത് അവിടെ പ്രവർത്തനം നിർത്തലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ മുൻകൂട്ടി കൊണ്ടുവെക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 1 മണിക്കൂറിൽ ഓവൻ 100 കേക്കാണ് ബേക്ക് ചെയ്യുന്നത്. ആ സ്ഥാനത്ത് ഇപ്പം ആ ഒരു മെഷീൻ ബ്രേക്ക് ഡൗൺ ആവുകയാണ്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് എത്താൻ 15 മിനിറ്റ് ലേറ്റ് ആവുകയാണ്, അല്ലെങ്കിൽ ലേബർ വരാൻ നേരം വൈകുകയാണ്, അങ്ങനെ എന്തെങ്കിലുമുള്ള റീസൺസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബഫർ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ ഒരു ഓവൻ 15 മിനിറ്റ് പ്രവർത്തനം ഇല്ലാതെ നിർത്തണം. മറിച്ച് ഇവിടെ ബഫർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് ഓൾറെഡി ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടാക്കും. അതുവഴി എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രവർത്തനം നടക്കും. ഇതാണ് ബഫർ കൊണ്ടുള്ള യൂസ്. നെക്സ്റ്റ് റോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ സിഗ്നലാണ്. അതായത് ഇവിടെ വേസ്റ്റ് ഉണ്ടാക്കാൻ സമ്മതിക്കൂല. അതായത് ഇപ്പോൾ എത്രത്തോളം റോ മെറ്റീരിയൽ വേണം എന്ന് അറിയിക്കും അവർ. അതായത് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം തയ്യാറാക്കാൻ അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ സിഗ്നൽ കൊടുക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓവനിൽ നമുക്ക് കേക്ക് 1 മണിക്കൂർ 100 കേക്കാണ് ബേക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ മിക്സിങ്ങിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റോട് പറയാണ് 100 കേക്കിനുള്ള മിക്സ്ചർ ഉണ്ടാക്കിയാൽ മതി, 250 കേക്കിനുള്ളത് ഉണ്ടാക്കണ്ട. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സിഗ്നലോട് പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവറായിട്ടുള്ള വേസ്റ്റേജ് അവിടെ കുറയും. അപ്പോൾ ഇതാണ് റോപ്പായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഡ്രം, ബഫർ, റോപ്പ് എന്നുള്ള തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ 3rd മൊഡ്യൂൾ ഫിനിഷ് ആയിട്ടുണ്ട്.